അൽഫാമിന്റെ ശത്രുവല്ല താനെന്ന് നടൻ സുധീർ സുകുമാരൻ. വർക്കൗട്ട് ചെയ്യുകയും ആരോഗ്യം കാത്തു സൂക്ഷിക്കുകയും ചെയ്യുന്ന തനിക്ക് എങ്ങനെ ക്യാൻസർ വന്നു എന്ന് ആലോചിച്ചപ്പോൾ ഭക്ഷണശീലമാകാൻ കാരണമെന്ന് സ്വയം തോന്നുകയായിരുന്നു. അൽഫാം, ചുട്ടെടുത്ത ചിക്കൻ തുടങ്ങിയവ സ്ഥിരമായി കഴിക്കുമായിരുന്നു. കരിഞ്ഞ ഭക്ഷണം സ്ഥിരമായി കഴിച്ചത് ക്യാൻസർ വരാൻ ഒരു കാരണമായിരിക്കുമെന്നാണ് പറഞ്ഞത്. അല്ലാതെ ഡോക്ടർമാർ അങ്ങനെയൊന്നും തന്നോട് അങ്ങനെ പറഞ്ഞിട്ടില്ലെന്ന് സുധീർ സുകുമാരൻ ഒരു ചാനലിനോട് പറഞ്ഞു. തിരുവല്ല വിലിവേഴ്സ് ചർച്ചിലെ പരിപാടി പങ്കെടുത്ത് സംസാരിക്കുകയാണ് തനിക്ക് ക്യാൻസർ വന്നതിനെ പറ്റി സുധീർ പറഞ്ഞത്. നടന്റെ വാക്കുകൾ വളച്ചൊടിച്ച് പലതരത്തിലുള്ള വാർത്തകൾ സമൂഹ മാധ്യമങ്ങളിലടക്കം പ്രചരിച്ചിരുന്നു. താൻ പറഞ്ഞത് കേട്ട് അൽഫാമിനെ പേടിക്കണ്ട, മാംസഭക്ഷണം വൃത്തിയായി കരിയാതെ കഴിക്കുന്നതിനൊപ്പം പച്ചക്കറികളും ഭക്ഷണത്തിന്റെ ഭാഗമാക്കുന്നതാണ് നല്ലതെന്നും സുധീർ വ്യക്തമാക്കി. ഞാൻ അൽഫാമിനെതിരെ പറഞ്ഞിട്ടില്ല. അൽഫാം കഴിക്കുമ്പോൾ കരിഞ്ഞ ഭാഗം കഴിക്കുന്നത് ആരോഗ്യകരമല്ല എന്നാണ് പറഞ്ഞത്. എനിക്ക് വന്നത് കോളൻ ക്യാൻസർ ആണ്. അത് കുടലിനെ ബാധിക്കുന്ന രോഗമാണ്. തിരുവല്ല ബിലീവേഴ്സ് ചർച്ചും മനോരമയും കൂടി സംഘടിപ്പിച്ച ക്യാൻസർ ബോധവൽക്കരണ പരിപാടി പങ്കെടുത്ത് സംസാരിക്കുകയാണ് എനിക്ക് ക്യാൻസർ വന്നതിനെ പറ്റി പറഞ്ഞത്. ഈ ആരോഗ്യ ദൃഢഗാത്രനായ മറ്റു അസുഖങ്ങളൊന്നും ഇല്ലാത്ത എനിക്ക് അസുഖം വരാൻ കാരണം എന്താണെന്ന് ഞാൻ ആലോചിച്ചപ്പോൾ അതെന്റെ ഭക്ഷണശീലമാകാം എന്നൊരു തോന്നൽ വന്നു. കോളൻ ക്യാൻസർ വരാൻ ഒരു കാരണം നമ്മുടെ ഭക്ഷണശീലം കൂടിയാണല്ലോ. എനിക്ക് കുടുംബത്തിൽ പാരമ്പര്യമായി ക്യാൻസർ ഇല്ല. ബോഡി ബിൽഡിംഗ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ സ്ഥിരം കഴിക്കുന്നത് അൽഫാമായിരുന്നു. അതുകൊണ്ടാണ് കരിഞ്ഞ ഭക്ഷണമായിരിക്കും അസുഖം വരാൻ കാരണമെന്ന് തോന്നിയത്. ജിമ്മിൽ വർക്കൗട്ട് ചെയ്യുമ്പോൾ കൂടുതൽ പ്രോട്ടീൻ കിട്ടാനായി പകുതി വേവിച്ച ചിക്കൻ കഴിക്കാൻ ആണ് എന്നോട് ട്രെയിനർ പറഞ്ഞിരുന്നത്. അത് നല്ല പ്രോട്ടീനാണ്, പക്ഷേ പകുതി വേവിച്ചത് എനിക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ട് കുറച്ച് ചർക്കോളിൽ കയറ്റി കരിച്ച് എടുക്കാൻ പറയും. അങ്ങനെ കരിഞ്ഞ അൽഫാം, ചിക്കൻ ചുട്ടതൊക്കെ ആയിരുന്നു ഞാൻ മിക്കവാറും കഴിക്കുക. അത് സ്ഥിരം കഴിച്ചുകൊണ്ടായിരിക്കും എനിക്ക് ഈ അസുഖം വന്നതെന്നും ഞാൻ ഉറപ്പിച്ചു. ഇറച്ചി കഴിക്കുമ്പോൾ നമ്മൾ അതിൻ്റെ കൂടെ പച്ചക്കറികളും കഴിക്കണം. പക്ഷേ ഞാൻ പച്ചക്കറി അധികം കഴിക്കില്ലായിരുന്നു. ഈ അനുഭവമാണ് ഞാൻ പങ്കുവച്ചത്. ഇത് കഴിച്ചതുകൊണ്ടാണ് ക്യാൻസർ വന്നതെന്ന് പറഞ്ഞിട്ടില്ല. കരി കഴിച്ചത് കൊണ്ടാണ് ക്യാൻസർ വന്നതെന്ന് ഒരു ഡോക്ടർമാരും പറഞ്ഞിട്ടില്ല. ഞാൻ സ്വയം ആ നിഗമനത്തിൽ എത്തിയതാണ്. ഇപ്പോൾ എൻ്റെ വീഡിയോ കണ്ടിട്ട് ഡോക്ടർമാർ അത് ശരിവെക്കുന്നുമുണ്ട്. ഇന്നലെ കുറച്ച് ഹോട്ടലുകാർ എന്നെ വിളിച്ചിരുന്നു. നിങ്ങൾ ഞങ്ങളുടെ വയറ്റ് തടിക്കുമോ എന്ന് ചോദിച്ചു. അൽഫാം കഴിക്കാൻ പാടില്ല, ക്യാൻസർ വരുമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. എനിക്കിപ്പോഴും അൽഫാം ഇഷ്ടമാണ്, കഴിക്കുകയും ചെയ്യും. പക്ഷേ അത് വൃത്തിയായി ഉണ്ടാക്കി കരിക്കാതെ കഴിക്കണം എന്ന് മാത്രമാണ് ഞാൻ പറഞ്ഞത്. ചുട്ട് കഴിക്കുന്നത് പ്രശ്നമാണ്. ഞാൻ വിവാദം ഉണ്ടാക്കാനോ ആരുടെയെങ്കിലും അന്നം മുട്ടിക്കാനോ പറഞ്ഞതല്ല. ഞാൻ പറഞ്ഞത് കാരണം അൽഫാമിനെ പറ്റി വലിയൊരു വിവാദം ഉണ്ടാക്കേണ്ട ആവശ്യമേ ഇല്ല. ഞാൻ അൽഫാമിൻ്റെ ശത്രുവല്ല. ഇതുപോലെ തന്നെ ഒരു കാര്യമാണ് നമ്മുടെ അനുഭവത്തിൽ പറയാനുള്ളത്. എൻ്റെ അച്ഛന് ബസ്സിൽ കിളിയായിട്ട് പോകുന്ന ജോലിയുണ്ട്. അതായിരുന്നു ജോലി. നേരത്തെ ടാപ്പിംഗ് ആയിരുന്നു. അതിനുശേഷം കുറേ വർഷങ്ങൾക്ക് ശേഷം ഈ ഒരു ജോലിയിലേക്ക് വന്നു. അപ്പം സ്ഥിരമായിട്ട് കഴിക്കുന്നൊരു ഭക്ഷണം എന്ന് പറഞ്ഞത് ഈ പൊറോട്ടയാണ്. ബസ്സിലെ ജോലിയൊക്കെ ആയപ്പോഴത്തേക്ക് സ്ഥിരം ഹോട്ടലിൽ നിന്ന് അത് തന്നെയാണ് കഴിക്കുന്നത്. എനിക്ക് തോന്നുന്നത് രാവിലെയും ഉച്ചയ്ക്കൊക്കെ പുള്ളി 7 മണിയാകുമ്പോൾ വീട്ടിൽ വരുമായിരുന്നു. അതുകൊണ്ട് വീട്ടിൽ ചോറൊന്നും ഉച്ചയ്ക്കും രാവിലെയൊക്കെ ചിലപ്പോൾ പൊറോട്ടയായിരുന്നു സ്ഥിരമായി കഴിക്കുന്നത്. അങ്ങനെ കഴിച്ചിട്ടാണ് വയറ്റിൽ ക്യാൻസർ ഉണ്ടാകുന്നത് എനിക്ക് തോന്നിയിട്ടുള്ളത്. അച്ചാച്ചി മരിക്കുന്നത് ക്യാൻസർ വന്നിട്ടാണ്, വയറ്റിൽ ക്യാൻസർ വന്നിട്ടാണ്. അത് അവസാന സ്റ്റേജിലാണ് അത് അറിയുന്നത്. അതുകൊണ്ടൊന്നും ചെയ്യാൻ പറ്റിയില്ല. ഓപ്പറേഷൻ ചെയ്തിരുന്നു, പക്ഷേ ആള് പോയി. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഇത് പറയുന്ന എന്തെങ്കിലും ഒരു സത്യം ഉണ്ടാവും. നമ്മൾ സ്ഥിരമായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ അതൊക്കെ നമുക്ക് പണി തരും. സ്ഥിരം ഇത് തന്നെ കഴിച്ചു കഴിഞ്ഞാൽ. അപ്പോൾ ഈ വീഡിയോ ഇത്രയുള്ള വീഡിയോ കണ്ട എല്ലാവർക്കും വളരെ നന്ദിയുണ്ട്. ടാറ്റ.